കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഇരുമ്പ് തൂൺ വീണ് 2 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവ്. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, ഏത് രീതിയിലാണ് അന്വേഷണ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇരുമ്പ് തൂണ് വീണ 2 പേർക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഇരുമ്പ് തൂണുകൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വീണ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ സംഭവം വളരെ ഗൗരവമായിട്ടാണ് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ കാണുന്നത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് ആദ്യം പ്രാധാന്യം നൽകേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ പിഴവുണ്ടെങ്കിൽ അത് പരിശോധിക്കും. പിഴവുകൾ പരിശോധിച്ച ശേഷം ഇതിൽ ആർക്കെങ്കിലും ഈ കരാറുകാരനടക്കമുള്ള ആളുകൾക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടിയെടുക്കുമെന്ന സൂചനയാണ് ദക്ഷിണ റെയിൽവേ നൽകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വരും ദിവസം ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും നിലവിൽ ഇപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് ശേഷം മാത്രമാണ് യാത്രക്കാരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വഴി കൊല്ലം നഗരത്തിലേക്ക് കടത്തിവിടുന്നത്. എന്തായാലും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ സുരക്ഷ അതീവ പ്രാധാന്യമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പിഴവില്ലാത്ത രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ആളുകളുടെ സുരക്ഷയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ ആളുകളെ കടത്തിവിടുന്ന രീതിയിലായിരിക്കണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. മറ്റ് സംഭവ വികാസങ്ങൾ, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവ വികാസങ്ങളിൽ എന്തെങ്കിലും പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാണ് ഇറങ്ങിയിട്ടുള്ളത്. സ്വാതി.